കൃഷ്ണകഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ കളരിക്കലെ പൂജകളും മറ്റും വളരെ ഭക്തിയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ ഇത്രയും അധികം കഷ്ടപ്പാട് സഹിക്കുകയും കഠിനവ്രതം എടുക്കുകയും ചെയ്യുന്നതിൻ്റെ വിഷമത്തിലും സങ്കടത്തിലൊക്കെയായിട്ട് നവീൻ. ഇതേസമയം ഗാഥയാണെങ്കിൽ കൃഷ്ണയുടെ അതേ വേഷത്തിൽ സാരിയെ കണിഞ്ഞ് കളരിക്കിലേക്ക് കടക്കാനും കൃഷ്ണയെ അവിടെ നിന്ന് പുറത്താക്കി ബാക്കി പൂജകളെല്ലാം ചെയ്യാനും ഉള്ള ഉദ്ദേശത്തോടു കൂടി കളരിക്കലെത്തുന്നുണ്ട്. സീനി ഒത്തിരി തടഞ്ഞെങ്കിലും സീനിയുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഗാഥ വീട്ടിൽ നിന്ന് ഇറങ്ങി കളരിക്കലെത്തുവാൻ കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് നടന്നു വരുന്ന ഗാഥയെ ഹോളിൽ വെച്ച് കൃഷ്ണ കാണുവാൻ കേട്ടോ. അങ്ങനെ ഗാഥയെ കാണുന്നതും ഞെട്ടലോട് കൂടി കൃഷ്ണ വേഗം തന്നെ പുറത്ത് ഗാഥയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഗാഥയും കൃഷ്ണയും മാറി നിന്ന് സംസാരിക്കുകയാണ്. ആ സമയം കൃഷ്ണ ഗാഥയോട് പറയണേ, ഗാഥമായിട്ട് എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവില്ലേ? മേഡം എത്രയും പെട്ടെന്ന് തിരിച്ചു പോകും. അന്നേരം കൃഷ്ണയോട് പൊട്ടിത്തെറിക്കുവാൻ കഥ, എനിക്ക് സൗകര്യമില്ല. ഞാനിവിടെ എല്ലാവരും വിളിച്ചു കൂട്ടാൻ പോകുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പോകുക. നിൻ്റെ അഭിനയമൊക്കെ തൽക്കാലം മതി. ഇനി ഇവിടെ ബാക്കി പൂജകളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. എൻ്റെ നവീനയും തട്ടിയെടുത്ത് സുഖിച്ചങ്ങ് വാഴാന്ന് വിചാരിച്ചല്ലേ ഇവിടെ? അതിന് നിന്നെ സമ്മതിക്കില്ലടി. നിന്നെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ നടിച്ചിറക്കും. അന്നേരം കൃഷ്ണ ഗാഥയുടെ ബാബത്തുവ, അയ്യോ മാഡം പതുക്കെ, ആരെങ്കിലുമൊക്കെ കേൾക്കും. കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത്. അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അവിടെ ഈ സമയത്തായിരിക്കും മുത്തശ്ശി സുമിത്രൻ ഗാഥമോളിയൊന്നും വിളിച്ച കൃഷ്ണയെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം നിർമ്മലയും അവരുടെ ഒപ്പം ഉണ്ടാകും. അന്നേരം കൃഷ്ണ പറയണേ, ഗാഥമ്മയുടെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗാഥമ്മടത്തെക്കുറിച്ചും അവർ മോശമായിട്ടല്ലേ വിചാരിക്കൂ. തൽക്കാലം മാഡം ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് ഗാഥയെ അവിടെ തന്നെ പിടിച്ചു നിർത്തിയതിനു ശേഷം കൃഷ്ണ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ഗാഥ ദേഷ്യത്തിൽ ചെടികൾക്കിടയിൽ അവിടെ നിൽക്കുവാണ്. അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് നടക്കുമായിരിക്കും ഗാഥ. അങ്ങനെ നടക്കുമ്പോൾ ഗാഥ നേരെ ചെന്നപ്പെടുന്നത് നവീൻ്റെ മുമ്പിലേക്കായിരിക്കും. നവീൻ അങ്ങനെ ഗാഥയെ ഒറ്റക്ക് കാണുന്നതും സന്തോഷത്തോടു കൂടി ഗാഥയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഈ കാഴ്ച അകത്തു നിന്ന് കൃഷ്ണയും കാണുന്നുണ്ടാവും. അങ്ങനെ കൃഷ്ണ ടെൻഷനോട് കൂടി ഭയന്ന് നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്